ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. ജനറൽ സർവീസും അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ക്ലച്ച് കിക്കറടിക്കുമ്പോൾ ചതഞ്ഞ രീതിയിൽ ക്ലച്ച് പോവാം. അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഓവർടേക്കിങ് വന്ന സമയത്ത് നോക്കുമ്പോൾ വണ്ടി റേസ് ആവും, അതിൻ്റെ ഒരു മൂവിങ് കാണിക്കാതെ വരാം. അതൊക്കെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് ഡിസ്ക്കാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നത്. അപ്പോൾ ക്ലച്ച് ഡിസ്ക്കും പ്ലേറ്റും കൂടിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിടണം. ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതാണ്, പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് വന്നത് ഈ യൂണിറ്റ്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് സൈഡിൽ ഒരു പോളിസിയിൽ അതിനോടനുബന്ധിച്ച് ഓറിങ് അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് മാത്രം വരുമ്പോൾ നമുക്ക് ഏകദേശം 392 രൂപയാണ് ക്ലച്ച് ഡിസ്കിൻ്റെ റേറ്റ് വരാം. അതേപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് വരുമ്പോഴത്തേക്കും 135 രൂപ ഉണ്ട്, ഗ്യാസ്കറ്റ് 70 രൂപ, പിന്നെ അതിൻ്റെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്, അതേപോലെ സ്പ്രിങ്, കിക്കറിൻ്റെ ഓയിൽസീൽ അതൊക്കെ അഡീഷണൽ നമുക്ക് വേറെ വരും സംഭവം. അപ്പോൾ നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് നമ്മൾ എത്ര ചവിട്ടി പിടിച്ചാലും തീരാനായിട്ടുള്ള സാധ്യത കുറവാണ്. തന്നെ നമുക്കത് ശേഷം കുറച്ച് വെൽഡിങ് അവിടെ സ്പോട്ട് ചെയ്യാനും വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ ബാക്കിയത്തെ വർക്ക് ഒരുവിധം ഇപ്പോൾ ക്ലച്ച് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, അതിനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ പരമാവധി നമ്മൾ നോക്കാം. അത് തിങ്കളാഴ്ചത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ക്ലച്ചൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി കയറ്റാം. വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്ലച്ച് അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ.